അതുകൊണ്ട് മമ്മൂട്ടിക്കെതിരെ കളിച്ചതാണ്. ആ ഒരു കളിക്ക് പിന്നാലെ ഇപ്പോൾ മോഹൻലാലിന് പണി കിട്ടി. രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന് ഒരു പണി കിട്ടിയിട്ടുണ്ട്. അതായത് BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഈ രാജീവ് ചന്ദ്രശേഖർ കർണാടകയിലെ കർഷകരുടെ ഭൂമി മറിച്ചു വിറ്റ് 2006, 2009 ആ ഒരു സമയങ്ങളിലാണ് മറിച്ചു വിറ്റതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത് മറിച്ചു വിറ്റ് 500 കോടിയിലധികം രൂപ തട്ടി. അതിന് മുകളിൽ ക്രമക്കേടുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സംഘി രാജീവ് ചന്ദ്രശേഖരൻ മാത്രമല്ല, അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, അയാളുടെ കുടുംബം, അയാളുടെ അച്ഛൻ, അതെല്ലാവരും ഈ പറയുന്ന കള്ളത്തരത്തിന് കൂട്ടുനിന്നവരാണെന്നാണ് ഈ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുവരുന്നത് മമ്മൂട്ടിക്കെതിരെ ആരൊക്കെയാണോ കരുക്കൾ നീക്കിയത് അതിൽ ഓരോ ആളുകൾക്കും പിടി വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ വിഷയം അത് വ്യാജമാണ്, കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ വെള്ള പൂശാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ കള്ളത്തരമാണെന്ന് പറഞ്ഞാലും രാജീവ് ചന്ദ്രശേഖർ അത് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. കാരണം അതിലെന്തൊക്കെയോ സത്യങ്ങൾ ഒളിഞ്ഞു നിൽപ്പുണ്ട്.